ഹലോ ക്യൂട്ടീസ്. അപ്പം വീട്ടിൽ ചിരട്ടയൊക്കെ ഉള്ളവരല്ലേ, അപ്പം ചിരട്ട കൊണ്ടൊരു പരിപാടിയില്ല. ആദ്യം നമ്മൾ ആ ചിരട്ട എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഇതിൽ നമ്മുടെ അതിൻ്റെ നാരെല്ലാം നല്ലോണം കളയുക. ഒന്നിൽ സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ചാലും മതി. പിന്നെ നമുക്ക് വേണ്ട ഇച്ചിരി ക്ലേ. ഞാൻ ഈ ക്ലേ എടുത്തത്, പിന്നെ അതൊരു ഇച്ചിരി റിഗ്രറ്റ് ആയിരുന്നു. മറ്റേ എയർ ഡ്രൈ ക്ലേ എടുത്താൽ മതി. സാരില്ല, ഇപ്പം അതുകൊണ്ട് ഇതുള്ളായിരുന്നു, അതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പരത്താൻ സാധനമില്ലാത്തതുകൊണ്ട് ഒരു പെർഫ്യൂം കുപ്പി കൊണ്ട് പരത്തി നമ്മൾ എടുക്കുവാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ളം പുരട്ടി നമ്മളിതിനെ ഇങ്ങനെയൊക്കെ കറക്റ്റ് ഷേപ്പ് വന്നില്ല, കാരണം ഈ ക്ലേ ആയതുകൊണ്ടായിരിക്കും ഇത് മാറി മാറി ഇത് ഡ്രൈ ആകുമ്പോൾ പൊട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ടായി. ഇനിവേ നമ്മൾ ചിരട്ടയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളൂ 2 കൈയും 2 കാലുമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താന്ന് ഒന്ന് ക്യൂട്ടായിട്ട് ഈ ചെറുതിലെ ഈ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റർ കണ്ടിട്ടില്ലേ, അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, പറ്റുമെന്നെടുത്ത്. പക്ഷേ ഈ ക്ലേ വെച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഒട്ടുന്നതിന് പെട്ടെന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇത് ഊരി പോവായിരുന്നു. അത് പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കൈയും കാലം ഫിറ്റ് ചെയ്ത്. നിങ്ങൾ മറ്റേ ടൈപ്പിൽ ക്ലേ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അതൊന്ന് ഇച്ചിരി കൂടെ പെട്ടെന്ന് നല്ലതാണ്. മറ്റേ നമ്മുടെ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളർ ക്ലേ അല്ലേ അത്. ഇനി നമ്മൾ ഒരു തരത്തിൽ കൈയൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുവാണ്. കൈയൊക്കെ നനച്ചും പിറിച്ചുമൊക്കെ ഒരു തരത്തിൽ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലോണം ഉണങ്ങുന്ന സമയത്ത് നോക്കിക്കൊണ്ട് ഇത് ക്രാക്ക് ആകുന്നുണ്ടോ എന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഗ്ലൂ വെച്ച് എന്തെങ്കിലും നമ്മുടെ ഒട്ടിച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോഴത്തെ ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് ശരിയായിട്ട് പിന്നെ ഗ്ലൂ വെച്ചൊക്കെ ഒട്ടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ പ്ലാന്റ് ഒത്തിരി വലിയ പെർഫെക്റ്റായ ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇവന് ഇരിക്കാനുള്ളൊരു സീറ്റ് വേണ്ടേ, ഊഞ്ഞാൽ. ആ ഊഞ്ഞാലിന് വേണ്ടി നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഫുഡിൻ്റെയൊക്കെ വരുന്ന എക്സ്ട്രാ അടപ്പുകളില്ലേ, അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം വൈറ്റ് കോട്ട് ഒരെണ്ണം അടിച്ച് പിന്നെ 2 കോട്ടെങ്കിലും അടിക്കേണ്ടി വന്നു. അത് ഉണങ്ങി കഴിയുമ്പം പിന്നെ അവനെ ഇരുത്താൻ പോവാണ് നമ്മുടെ പ്ലാന്റായി. അതിനെടുത്തേണ്ട അതിന് ഇച്ചിരി ക്ലേയും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്ത സാധനമാണ് വെച്ചത്. ഇത് നമ്മുടെ ഉണങ്ങിയ ക്ലേ ആണ്. ഇച്ചിരി പൊട്ടിയ ഭാഗത്തിന് ഒന്നുകൂടെ ക്ലേ വെക്കേണ്ടി വന്നത്. അതാ ഞാൻ പറഞ്ഞ ഈ ക്ലേക്ക് വരും മറ്റേ ക്ലേ ആണ്. അപ്പോൾ സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലേ അല്ല, നമ്മുടെ വീട് പോലെ തന്നെയാണ്, നമ്മളൊരു കുടുംബമല്ലേ അല്ലേ, ഫാമിലി അല്ലേ. അപ്പം നമ്മൾ ഗിവ് അവേ നടക്കുന്ന കാര്യമുള്ള മന്തിൽ നല്ല കമൻറ്റ് എല്ലാവരും ഇട്ടുക. നേരത്തെ കിട്ടിയ ഗിവ് അവേയുടെയൊക്കെ സമ്മാനം ഞാൻ 12ാം തീയതി കഴിയുമ്പോൾ അയക്കാൻ തുടങ്ങാം. ഇച്ചിരി ബിസി ആയതുകൊണ്ടാണ് അണയ്ക്കാത്തത് കേട്ടോ. അപ്പം നമ്മൾ അവനെ ക്ലേയും ഇച്ചിരി ഗ്ലൂവും വെച്ചിട്ട് ഈ ചിരട്ടയെ നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിരട്ടയ്ക്ക് ഇച്ചിരി ഒരു വളവുണ്ടോ എന്ന് സംശയം, സാരമില്ല. ഇനി നമ്മൾ ഇരുന്ന ശേഷമാണ് നമ്മൾ കാലുണ്ടാക്കി വെക്കുന്നത്. ഒരു കാലൊട്ടിക്കാൻ ഇച്ചിരി പാടുപെട്ടു കേട്ടോ, കാരണം ചിരട്ടയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഒരു ഇളക്കം പോലെ തോന്നിയായിരുന്നു. സാരമില്ല, നമ്മളൊരു തരത്തിൽ എങ്ങനെയെങ്കിലും നമ്മൾ കൊട്ടിക്കും. അപ്പം ഞാൻ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചു. ഇനി അതിനെ ഉണങ്ങാൻ ശ്രമിക്കും. ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മളിതിനെ വൈറ്റ് കളർ അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ എല്ലാ ചിരട്ടയുടെ വാക്കുകളും ശരിയായിരിക്കണം എന്നില്ല, ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കുന്നതിനനുസരിച്ച് ഏകദേശം കുഴപ്പമില്ല. വീട്ടിൽ ചിരട്ട ഇപ്പം തേങ്ങ പൊട്ടിച്ചത് എൻ്റെ കെട്ടിയാനാണ്, കുഴപ്പമില്ല. അപ്പോൾ കാലിന് വലിപ്പക്കുറവുണ്ടെങ്കിൽ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ അവനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പാനാക്കുക. അതിന് മുമ്പ് നല്ലോണം ഉണങ്ങണം കേട്ടോ. കുട്ടപ്പനായി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി തൂക്കിടാം. അവന് ഊഞ്ഞാലാടാൻ വേണ്ടിയല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അവൻ്റെ ഒരു കൈക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇതെല്ലാം. അപ്പോൾ ഒരു ചരട് എടുക്കുക, നമ്മളതിനെ ഇങ്ങനെ തൂക്കി ഇടുന്ന രീതിയിൽ പ്ലാന്റർ തൂക്കി വെച്ച ശേഷം ഒന്ന് തൂക്കിയിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? വീട്ടിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിയൽ ആയിട്ടുള്ള പ്ലാന്റൊക്കെ വെക്കാൻ പറ്റും ഇതിനകത്ത്, മണ്ണൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഗിവ് അവേയുടെ കാര്യം മറക്കല്ലേ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നല്ല കമൻറ്റൊക്കെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ബായ്.